നമുക്കപ്പോൾ ട്യൂട്ടോറിയൽ ചെയ്യാം. അതിനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് രണ്ട് സീൻസാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സീൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ രണ്ട് സീൻസും ആഫ്റ്ററിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അതിനായിട്ട് റിട്ടേൺ ലെയർ സൈസ് കൊടുക്കാം, രണ്ട് ഇമ്പോർട്ട് കൊടുക്കാം. അപ്പോൾ രണ്ടും ഇമ്പോർട്ട് ആയതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ സീൻ 1 എടുത്തിട്ട് ന്യൂ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ക്ലിക്ക് ചെയ്ത് അകത്ത് കയറിയിട്ട് നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്, നമ്മുടെ ടെക്സ്റ്റും ഈ റൗണ്ട് ഷേപ്പും ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി സെലക്ട് ചെയ്തിട്ട് 3D ആക്കാം. 3D ആക്കിയിട്ട് നമുക്ക് ക്യാമറ ആഡ് ചെയ്യാം. ക്യാമറയുടെ സെറ്റിങ്സ് സെയിം തന്നെ മതി. 35mm 1 ക്യാമറ ഓക്കെ എടുക്കാം. എന്നിട്ട് നമുക്കൊരു നള്ള് ക്രിയേറ്റ് ചെയ്യാം. നള്ളിന് 3D ആക്കാം. ക്യാമറയെ നല്ലായിട്ട് പാരൻ്റ് ചെയ്യാം. നമ്മളിനി ക്യാമറയ്ക്ക് ആനിമേഷൻ ഒന്നും കൊടുക്കുന്നില്ല, നള്ളിനാണ് ആനിമേഷൻ കൊടുക്കുന്നത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് ട്യൂബ് യൂസ് എടുക്കാം. കാരണം നമുക്കിതൊന്ന് കുറച്ച് ഫ്രണ്ടോട്ട് നമ്മുടെ ടെക്സ്റ്റും ഷേപ്പൊക്കെ കുറച്ച് ഫ്രണ്ടോട്ട് സെറ്റ് ചെയ്യാം. അതിന് മുമ്പായിട്ട് നമുക്ക് ടെക്സ്റ്റ് കണ്ടുകൊടുത്തിട്ട് നമുക്ക് ആ ഷേപ്പായിട്ടൊന്ന് പാരൻ്റ് ചെയ്ത് വയ്ക്കാം. അല്ലെങ്കിൽ സ്കെയിൽ ചെയ്യുമ്പോൾ വ്യത്യാസം വരും. പാരൻ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് മാത്രം വലിച്ചാലും മതി. ഉണ്ടാകും കുറച്ച് ഫ്രണ്ടോട്ട് വെച്ചാൽ മതി. എന്നിട്ട് പഴയ പോലെ തന്നെ സ്കെയിൽ ചെയ്ത് കറക്റ്റ് സൈസ് ആക്കാം. ഓക്കെ, ഇനി നമുക്ക് ആനിമേഷൻ കൊടുക്കാം. ആയിട്ട് ഒരു 2.5 സെക്കൻഡൊക്കെ നമ്മൾ ടൈം ലൈൻ വെച്ചിട്ട് ഇവിടെ P ഞെക്കി പൊസിഷനും R ഞെക്കി സെറ്റിന് മാത്രം കൊടുത്താൽ മതി. സെറ്റ് റൊട്ടേഷൻ കൊടുത്താൽ മതി. എന്നിട്ട് U ഞെക്കാം. നമ്മുടെ ഷോർട്ട് കട്ടൊക്കെ ഇവിടെ കാണും, കീബോർഡിലുള്ള ഷോർട്ട് കട്ട്സ്. എന്നിട്ട് ഫസ്റ്റ് ഫ്രെയിമിലേക്ക് വിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കാം. ഇത്ര വേണ്ട, നമുക്ക് ലെഫ്റ്റിലേക്ക് ഇത്ര റൊട്ടേറ്റ് ഏകദേശം ഇത്ര മതി. 25 ആക്കാൻ ഇത്രയൊക്കെ മതി. എന്നിട്ട് നമുക്ക് സൂം ചെയ്യാം. മാക്സിമം സൂം ചെയ്തിട്ട് ഒന്നും കാണാത്ത രീതിയിൽ ഇതായാലും മതി. ഇപ്പോൾ ഇതാണ് നമ്മുടെ ആനിമേഷൻ. നമുക്ക് ഫുള്ള് മറ്റൊന്ന് 3D ഇട്ടേക്കാം, അല്ലെങ്കിൽ പ്ലേ ബാക്ക് ഭയങ്കര സ്ലോ ആവും. ഓക്കെയാണ്. നമുക്ക് കീ ഫ്രെയിം എല്ലാം സെലക്ട് ചെയ്തിട്ട് F9 കൊടുക്കാം. എന്നിട്ട് ഗ്രാഫ് എടുത്തിട്ട് തുടക്കം ഭയങ്കര ഫാസ്റ്റ് ആക്കാം, അതുപോലെ തന്നെ എൻഡ് ഭയങ്കര സ്ലോ ആക്കാം. ലെഫ്റ്റിലേക്ക് ഡ്രാഗ് ചെയ്തിട്ട് പിന്നെ ഒന്ന് പ്ലേ ചെയ്യാം. ഓക്കെയാണ്. നമുക്ക് എല്ലാ ലെയർ സെലക്ട് ചെയ്യാം, മോഷൻ ബ്ലർ ആഡ് ചെയ്യാം, എന്നിട്ട് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റിന് ചെറിയ ആനിമേഷൻ കൊടുക്കാം. അതിൻ്റെ 2 ടെക്സ്റ്റും സെലക്ട് ചെയ്യാം. നമുക്ക് പൊസിഷൻ മാത്രം മതി. പിന്നീട് ഏകദേശം കാണാവുന്ന സ്ഥലത്ത് വന്നിട്ട് നമുക്ക് ആനിമേഷൻ ചെയ്യാം. അതിൽ ഇവിടെ വന്നിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല എന്ത് സംഭവിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടേക്ക് വന്നിട്ട് ചെയ്യാം. നമുക്ക് ഫ്രൈഡേ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ വലിച്ച് ഫ്രണ്ടോട്ട് എടുക്കാം. ഫ്രെയിമിൽ നിന്ന് പോകണത് ഇപ്പോൾ ഏകദേശം പോയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേതും വലിച്ചിട്ട് ഫ്രെയിമിൽ നിന്ന് പോട്ടെ. 2 ഫ്രെയിമിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രൈഡേ കഴിഞ്ഞിട്ട് മതി നൈറ്റ് വന്നാൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഈ ഫ്രെയിം എവിടെ വന്നാൽ മതി. ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതുപോലെ തന്നെ ഇവിടെയും കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്യാണ്ട് ഇങ്ങനെ നമ്മുടെ മൗസിന് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം കാണും. അപ്പോൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി. ഷിഫ്റ്റ് ആക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പ്രിസൈസായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്ലേ ചെയ്യാം. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഫ്രൈഡേ കുറച്ച് മുകളിൽ നിന്ന് തന്നെ കണ്ട ഒരു മുകൾ ഭാഗത്തുനിന്ന് തന്നെ. പക്ഷെ നമ്മുടെ നൈറ്റ് കറക്റ്റ് സെൻറ്ററിൽ നിന്ന് തന്നെ കേട്ടോ. അതൊരു ഇത് കട്ട് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക്
കാരണം മാത്രമല്ല നമ്മുടെ ഫ്രെയിമിൽ തന്നെ ഉണ്ട് ഇപ്പം. നമുക്ക് കുറച്ചുകൂടി ഒന്ന് പുറത്തേക്ക് എടുക്കാം. മാത്രമല്ല നമുക്ക് ഫ്രൈഡേനെ നൈറ്റിനെ കുറച്ച് താഴ്ത്താം, കറക്റ്റ് നേരെന്ന് തന്നെ. അപ്പോൾ നമുക്ക് ഇവിടെ ടോപ്പി മാക്കിയിട്ട് കസ്റ്റം വ്യൂ കണ്ടെടുക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും, കാണാൻ മനസ്സിലാവും. അല്ല, നമുക്ക് തുടക്കം കുറച്ച് താത്തി വയ്ക്കാം. ഇങ്ങനെ താത്താം. എങ്ങനെയാണ് നോക്കാം. കണ്ട, ഇപ്പോൾ താഴ്ത്തുന്ന തന്നെ ഫ്രൈഡേ മുകളിൽ നിന്നും നൈറ്റ് താഴ്ത്തുന്ന വരും. ഓക്കെയാണ്. F9 ഞെക്കാം. എന്നിട്ട് ഗ്രാഫിൽ പോയിട്ട് നമുക്ക് തുടക്കം സ്ലോ ആക്കാം, എൻഡ് ഫാസ്റ്റ് ആക്കാം. ഇടിച്ച് നിൽക്കണ പോലെ ഒരു അനിമേഷൻ. ഇടിച്ച് നിൽക്കണ പോലത്തെ ഇടി കുറച്ച് കുറയ്ക്കാം, കുറച്ചധികം. സെയിം തന്നെ നമുക്ക് മറ്റേതും ചെയ്യാം. തുടക്കം സ്ലോ ആക്കാം, എൻഡ് ഇത്ര വേണ്ട, കുറച്ച് കുറയ്ക്കാം. ഇപ്പോൾ ഓക്കെ ഉണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ടെക്സ്റ്റ് വരണം, കുറച്ച് നീക്കി വയ്ക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെയാണ് തോന്നുന്നു. സെക്കൻഡ് ടെക്സ്റ്റ് കുറച്ച് സ്പീഡുള്ള പോലെ തോന്നുന്നുണ്ട്. 10 കൊടുത്ത് നോക്കാം. ഏകദേശം ഓക്കെയാണ്. അപ്പോൾ രണ്ടും നമ്മൾ സെയിം ടൈം തന്നെ കൊടുത്താണ്. നമുക്കിനി തൽക്കാലം ഇതൊന്ന് ഓഫ് ചെയ്യാം. സോറി, നമുക്ക് ഇതിനെ ഫുൾ വ്യൂ എടുക്കാം. ഫുള്ളിലിട്ടിട്ട് നമുക്ക് നോക്കാം. രണ്ടിനും ഡ്രോപ്പ് ഷാഡ് കുറവുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ കൺട്രോൾ സ്പേസ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എഫക്ട്സ് ഇങ്ങനെ സെർച്ച് ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു പ്ലഗിൻ ഉണ്ട്, അത് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡ്രോപ്പ് ഷാഡോ ഇട്ടുണ്ട്. നമുക്ക് ഡിസ്റ്റൻസ് കുറച്ച് താഴേക്ക് നീക്കാം. ആരോ താഴേക്കാണ്, അതുകൊണ്ടാണ് അങ്ങോട്ട് വരുന്നത്. ഉണ്ടോ, രണ്ട് സോഫ്റ്റ് ആക്കാം. ഓക്കെ, എന്നിട്ടത് കോപ്പി ചെയ്തിട്ട് നമുക്ക് ഫ്രൈഡേക്കും പേസ്റ്റ് ചെയ്യാം. കൺട്രോൾ V, രണ്ടിനും ഓക്കെ ഉണ്ട്. നമ്മുടെ ഫസ്റ്റത്തെ ആനിമേഷൻ ഏകദേശം ആയിട്ട് നമുക്കിനി ഒരു എൻഡ് ട്രാൻസിഷൻ കൊടുക്കണം. അതിനായിട്ട് നമ്മൾ പ്ലേ ചെയ്തിട്ട് സ്ലോ തീടാക്കാം. പ്ലേ ചെയ്തിട്ട് ഈ ആനിമേഷൻ ഏകദേശം ഇവിടെ എത്തുമ്പോൾ തന്നെ ഒരു എൻഡ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ആനിമേഷൻ കണ്ടിന്യൂ ചെയ്യണം. അതിന് വേണ്ടി നമുക്ക് ഈ സെയിം നള്ളിൽ തന്നെ ആനിമേഷൻ കൊടുത്തിട്ട് കാര്യമില്ല. നമുക്ക് പുതിയൊരു നള്ള് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അതിനെ 3D ആക്കാം. എന്നിട്ട് ഈ നള്ളെടുത്ത് പാരൻ്റ് ഇതുമ്പോൾ കൊടുക്കാം. കാരണം നമുക്ക് ഇവിടെ എത്തുമ്പോൾ തന്നെ കീ ഫ്രെയിം എവിടെയാണെങ്കിലും ഇവിടെ എത്തുമ്പോൾ തന്നെ ഏകദേശം അനിമേഷൻ എൻഡ് ആവുന്നുണ്ട്, സ്ലോ ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ അനിമേഷൻ കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ സംഭവം പറ്റില്ല, നമ്മുടെ ഈ നള്ളിൽ തന്നെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പുതിയൊരു നള്ള് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് ആ മൂവ്മെൻറ്റ് നിൽക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് അടുത്ത മൂവ്മെൻറ്റ് തുടങ്ങാൻ സാധിക്കും. അപ്പം അതിന് P ഞെക്കാൻ പൊസിഷനും അതുപോലെ തന്നെ സെഡിനും കീ ഫ്രെയിം കൊടുക്കാം. ഞെക്കി രണ്ട് സെഡ്. അപ്പം ഇങ്ങനെ വന്നിട്ട് നമുക്ക് നെക്സ്റ്റ് സീനിലേക്കുള്ള ഒരു ട്രാൻസിഷൻ പോലെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് ഇപ്പം ഇവിടെ നിന്നല്ല റൊട്ടേറ്റ് വേണ്ടത്, ലെഫ്റ്റിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്തല്ലേ, ആ റൊട്ടേഷൻ കംപ്ലീറ്റ് ആക്കണം. അതിനായിട്ട് നമുക്ക് റൈറ്റിലേക്ക്
റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് മാക്സിമം സ്കെയിൽ ചെയ്യാം. ഓക്കെ, നല്ലൊരു ഗ്രേഡിയൻറ്റ് പോലെ ഇങ്ങനെ മതി. ഇതിൻ്റെ നമുക്ക് ലാസ്റ്റ് ഭയങ്കര ഫാസ്റ്റ് ആക്കാം, തുടക്കം കുറച്ച് സ്ലോ ആക്കാം, മാക്സിമം ആക്കി വെക്കാം. ഇത്ര വേണ്ടെന്ന് തോന്നുന്നു. കുറച്ചുകൂടി നീക്കി വയ്ക്കാം. നമുക്കൊന്ന് ഫുള്ളൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ സീനിൻ്റെ ആനിമേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഞാനിപ്പോൾ ഞെക്കിയിട്ട് എൻഡ് ചെയ്തതാണ്. എന്നിട്ട് നമുക്ക് ട്രിം ചെയ്യാം. നമുക്ക് ഇപ്പം നമ്മുടെ സീൻ 1 കഴിഞ്ഞിട്ടുണ്ട്. സീൻ 1 കഴിഞ്ഞു. നമുക്കിനി ടാബ് ആക്കിയിട്ട് ബാക്കോട്ട് പോകാം. ഉണ്ടോ, സീൻ 1 ആനിമേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സീൻ 2 ആനിമേറ്റ് ചെയ്യാം. അതിനായിട്ട് സീൻ 2 എടുത്തിട്ട് വലിച്ചുകൊണ്ടിരിക്കണം, മുകളിലേക്കിടാം. സീൻ 2 ഈ ഒരു DJ 3 ഇമേജസ് ഉണ്ട്. ഒരു DJയുടെ താഴെ നമുക്ക് ചെറിയ ലൈറ്റ് പോലൊരു സംഭവം കൊടുക്കുന്നുണ്ട്, ലൈറ്റ് പോലൊരു എഫക്റ്റ് എല്ലാത്തിൻ്റെയും താഴെ ഉണ്ട്, കണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റും ഉണ്ട്. ടെക്സ്റ്റ് ഓൾറെഡി തന്നെ നമുക്ക് റൗണ്ടായിട്ട് പാരൻ്റ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നമുക്കെല്ലാം 3D ആക്കാം. പഴയ പോലെ തന്നെ ക്യാമറ ആഡ് ചെയ്യാം. നള്ളും ആഡ് ചെയ്യാം. ക്യാമറ എന്നിട്ട് നല്ല 3D ആക്കിയിട്ട് ക്യാമറ നല്ലതായിട്ട് പാരൻ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതോരോന്നും അറേഞ്ച് ചെയ്യാം. എന്നിട്ട് നമുക്ക് വ്യൂസ് 2 വ്യൂസ് എടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോ DJനായിട്ട് ഫസ്റ്റ് DJ എടുക്കാം. സെലക്ട് ചെയ്തിട്ട് നമുക്ക് മാക്സിമം ഈ ഒരു ഡിസ്റ്റൻസിലേക്ക് നീക്കി വയ്ക്കാം. കാരണം ക്യാമറ മൂവ് ചെയ്യുമ്പോൾ ഡെപ്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എല്ലാം തമ്മിൽ ഡിസ്റ്റൻസ് ഇട്ട് വെക്കണം. ഇനി നമുക്ക് രണ്ടാമത്തെ DJയും ലൈറ്റും സെലക്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ അതിനൊക്കെ കുറച്ചുകൂടി മുന്നിലേക്ക് ഇട്ടിരിക്കാം. എല്ലാ DJസും നമ്മൾ ഏകദേശം സെയിം ഡിസ്റ്റൻസ് കൊണ്ടുവരണം. 3 സെലക്ട് ചെയ്യാം. 3യും അതുപോലെ തന്നെ നീക്കി വയ്ക്കാം. ഇപ്പം ഈ 3ഉം തമ്മിൽ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ടെക്സ്റ്റും ബാക്ക്ഗ്രൗണ്ടും ഏകദേശം സെയിം സ്ഥലത്ത് തന്നെ മതി. ഇനി നമുക്ക് ക്യാമറ എടുത്തിട്ട് എല്ലാം കൂടി കാണുന്ന സ്ഥലത്ത് ക്യാമറ പ്ലേസ് ചെയ്യാം. നമ്മുടെ ക്യാമറ ഏകദേശം ഇവിടെ ആയിരിക്കും ലാസ്റ്റ് ഫ്രെയിമിൽ വന്ന് നിൽക്കുന്നത്. ക്യാമറയ്ക്ക് ഒരു പൊസിഷൻ കൊടുക്കാം, കാരണം ക്യാമറ നമ്മൾ എവിടെ ആയിരിക്കും വന്നിരിക്കുക. നമ്മുടെ ഈ ഒരു സീൻ പോലെ തന്നെ നമുക്ക് ഈ ഒരു കീ ഫ്രെയിമിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഏകദേശം ഇതുപോലെ തന്നെ ആക്കി എടുക്കണം. നമ്മുടെ ലാസ്റ്റ് സീനാണ് നമ്മുടെ ലാസ്റ്റ് ഫ്രെയിം. അതിനായിട്ട് നമുക്ക് ആദ്യം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും നമുക്ക് വേണമെങ്കിൽ റൗണ്ടും ബാക്ക്ഗ്രൗണ്ട് എടുത്ത് പാരൻ്റ് ചെയ്യാം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മാത്രം സ്കെയിൽ ചെയ്താൽ മതി. ബാക്ക്ഗ്രൗണ്ട് സ്കെയിൽ ചെയ്യാം, ഏകദേശം കറക്റ്റാക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് DJ ലൈറ്റ് സെലക്ട് ചെയ്തിട്ട്
സ്കെയിൽ ചെയ്യാം, കുറച്ച് താഴ്ത്തി വയ്ക്കാം. ഓക്കെ. ഇനി നമുക്ക് രണ്ടാമത്തെ DJ ലൈറ്റ് സെലക്ട് ചെയ്യാം, സ്കെയിൽ ചെയ്യാം. ഇത്ര വേണ്ടെന്ന്, ഇത്ര മതിയോ? താഴ്ത്തി വയ്ക്കാം. ആ ലൈറ്റൊന്ന് ഹെഡിൻ്റെ അവിടെ വന്നാൽ മതി. ഓക്കെ. വേണമെങ്കിൽ ഇത്തിരി ചെറുതായിക്കോട്ടെ. ഇതൊക്കെ മൂന്നാമത്തെ ഡിജൈനും കുറച്ച് വലുതാക്കാം. എന്നിട്ട് പൊസിഷൻ കറക്റ്റ് ആയിക്കോളും. Ctrl+Shift+H നമ്മുടെ ഈ സെലക്ഷനൊക്കെ ഒന്ന് ഹൈഡ് ആവും, നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇപ്പം ഏകദേശം ഓക്കെയാണ്. നമ്മുടെ ഫസ്റ്റ് DJ ഏകദേശം സെൻട്രലായിട്ടൊന്ന് അല്ലാന്ന് തോന്നുന്നു. നമുക്കതിന് ഇവിടുത്തെ ടൈറ്റിൽ ആക്ഷൻ സേഫ് ഓൺ ആക്കാം. എന്നിട്ട് കുറച്ച് Ctrl+R ഗൈഡ്സ് ആക്കാം. എന്നിട്ട് ഇവിടെ ഗൈഡ്സ് ഇട്ട് കൊടുക്കാം. രണ്ട് ഗൈഡ്സ് മതി. കണ്ടോ, ഇത്തിരി സെൻട്രലാക്കാണ്ട് നമ്മൾ സെലക്ഷൻ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ തോന്നുന്നു ഓണാക്കിയിട്ട് സെൻട്രലിലേക്ക് ആക്കാം. ഏകദേശം എല്ലാം സെയിം ആയിട്ട് നമുക്ക് ഈ ടൈൽ ആക്ഷനും ഓഫ് ചെയ്യാം, ഗൈഡ്സും ഓഫ് ചെയ്യാം. നമുക്കിനി ഈ ഫയർ പാർട്ടിക്കിൾസ് ഇമ്പോർട്ട് ചെയ്യാം. അതിനെ വലിച്ചെടുത്ത് ഇവിടേക്ക് ഇടാം. ഇത് നമുക്ക് ഏറ്റവും ഫ്രണ്ടിൽ തന്നെ വേണം. അപ്പം നമ്മുടെ ഏറ്റവും ഫ്രണ്ടിലേക്ക് എന്ത് പറ്റുക, നമ്മുടെ ഈ മൂന്നാമത്തെ DJ ആണ്. അപ്പം അതിൻ്റെ പൊസിഷൻ കോപ്പി ചെയ്യാം. ആണ് നമുക്കത് ഇതിനെ 3D ആക്കിയിട്ട് അതിൻ്റെ പൊസിഷൻ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഫ്രണ്ടിലാകുന്നുണ്ടാകും. നമുക്കതിന് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് ആക്കിയാണ്. ഓക്കെ, കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് ആക്കിയുണ്ട്. നമുക്ക് താഴേക്ക് എടുത്ത് വയ്ക്കാം. നമുക്കതിന് സ്ക്രീൻ മോഡാക്കാം. അതിന് കളർ മാറ്റിയിട്ട് നമുക്കൊരു പിങ്കിഷ് കളർ കൊടുക്കാം. അതിന് കൺട്രോൾ സ്പേസ് ആക്കിയിട്ട് ഹ്യൂ സാച്ചുറേഷൻ എടുക്കാം. കളറൈസ് അടയാം, സാച്ചുറേഷൻ കൂട്ടി കൊടുക്കാം. ഇപ്പോൾ റെഡിഷാണ് വന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് പിങ്കിഷ് ആകാം. പായണ്ട് പിങ്ക് ആയണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മുടെ കഴിഞ്ഞു. ഇനി നമുക്ക് ക്യാമറയ്ക്ക് ഒന്ന് അനിമേഷൻ കൊടുത്ത് നോക്കാം, എന്താ അവസ്ഥ എന്ന് നോക്കാം. ഇത് മൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് അറിയില്ല. ഇത് ഏകദേശം നമുക്ക് കണ്ടോ, തേർഡ് ടീച്ചറുടെ അടുത്ത് തന്നെ വയ്ക്കാം. അല്ലെങ്കിൽ ക്യാമറ അനിമേഷൻ ചെയ്യുമ്പോൾ അത് നീങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് സ്കെയിൽ ചെയ്യാം. സ്കെയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ല. നമുക്കിനി ക്യാമറ അനിമേഷൻ കൊടുക്കാം. സോറി, നമുക്ക് പൊസിഷനിൽ
ഏകദേശം ഇവിടെ വന്നിട്ട് നമുക്ക് നമ്മുടെ ഈ ഷേപ്പ് കാണണം. അതിനായിട്ട് നമുക്ക് കുറച്ച് താഴ്ത്തി കൊടുക്കാം. ഷിഫ്റ്റ് ആക്കി പിടിച്ച സ്പീഡിൽ താഴും. കീ ഫ്രെയിം സ്പീഡിൽ മൂവ് ആവും കേട്ടോ. അപ്പോൾ ഏകദേശം നമുക്ക് താഴേക്ക് കൊണ്ട് ഈ ഒരു ഫ്രെയിമിൽ നിൽക്കാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് അനിമേഷൻ ഏകദേശം ഇങ്ങനെയാണ്. നമുക്കത് ഫുള്ളൊന്ന് ഓഫ് ചെയ്യാം, സ്പീഡിലേക്ക് ആക്കാം. ഭയങ്കര സ്ലോ പോലെ ഉണ്ടാവും. ഒരു 1 to 3 സെക്കൻഡ് മതി തൽക്കാലത്തേക്ക്. ഇതിന് മുന്നേ നമുക്ക് ട്രാൻസിഷൻ പോലെ കൊടുക്കണം. അപ്പം അതിനായിട്ട് നമുക്ക് പുതിയൊരു നള്ള ക്രിയേറ്റ് ചെയ്യാം, 3D ആക്കാം. നമുക്ക് ഇതായിട്ട് പാരന്റ് ചെയ്യാം. നമുക്ക് പുതിയ നള്ളിന് റൊട്ടേഷൻ സെഡിൽ കൊടുക്കാം, പിന്നെ പൊസിഷനിൽ കൊടുക്കാം. ഇവിടെ യു ഞെക്കാം. നമുക്ക് ടാബ് നോക്കി പഴയ സീലിലേക്ക് പോകാം. കണ്ടോ, ഈ ഒരു അനിമേഷൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വേണം അടുത്ത് വരാനായിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കാം. ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കാം. നമുക്ക് നോക്കാം അതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ട്. റൊട്ടേഷൻ let me check. ഓക്കെ, നമ്മളാ റൊട്ടേഷൻ വരുന്നുണ്ട്. റൊട്ടേഷൻ മാത്രം പോരാ, നമുക്ക് സ്കെയിൽ ചെയ്ത് വെക്കണം. മാക്സിമം സ്കെയിൽ ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് കീ ഫ്രെയിം കൊടുക്കാം. നമുക്ക് ലാസ്റ്റ് കുറച്ച് സ്ലോ ആക്കണം. ഇത് മാക്സിമം സ്പീഡാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടക്കം നല്ല ഫാസ്റ്റ് ആക്കിയിട്ട് ആക്കാം. തുടക്കം ഫാസ്റ്റ് ആക്കിയിട്ട് എൻഡ് കുറച്ച് സ്ലോ ആക്കാം. അതായത് ഇതിന് തുടക്കം ഫാസ്റ്റ് ആക്കിയിട്ട് നമ്മൾ എൻഡ് സ്ലോ ആക്കി വെച്ചേക്കാണ്. ഇത് ഏകദേശം നമുക്ക് ഒരു 50 ഫ്രെയിംസ് ഉണ്ട്.
കൺട്രോൾ ഷിഫ്റ്റ് ആക്കിയിട്ട് ലെഫ്റ്റ് ആക്കി ഇതിന് നമുക്ക് തുടക്കം ഫാസ്റ്റ് ആക്കാം, എൻഡ് സ്ലോ ആക്കാം. ഓക്കെ, ഇനി ഇത് രണ്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എൻഡ് കുറച്ച് സ്ലോ ആക്കാം. തുടക്കം ഫാസ്റ്റ് ആക്കാല്ലേ. ഇതിന് നമുക്ക് പഴയ പോലെ ആക്കിയിട്ട് ലാസ്റ്റ് കുറച്ച് സ്പീഡാക്കാം. ലാസ്റ്റ് കുറച്ച് സ്ലോ ആക്കാം. ലാസ്റ്റ് കുറച്ച് സ്ലോ ആക്കിയാണ് ഇത് നമുക്ക് F9 ആക്കിയിട്ട് ലാസ്റ്റ് കുറച്ച് സ്ലോ ആക്കാം. കീ ഫ്രെയിമിൽ മാത്രം, ഗ്രാഫിൽ മാത്രമല്ല, നമുക്ക് കുറച്ച് ഡിസ്റ്റൻസ് കൂട്ടി കൊടുക്കാം. കണ്ട് പ്ലേ ചെയ്തോക്കാം. ഓക്കെ, ഇനി നമുക്ക് ലെയർ എല്ലാം സെലക്ട് ചെയ്യാം. മോഷൻ ബ്ലർ ഓൺ ആക്കാം. നമ്മുടെ ആനിമേഷൻ ഇവിടെ എഡിറ്റ് ചെയ്യണം. ട്രിം ചെയ്യാം. നമ്മളിതിന് ഡ്രോപ്പ് ഷാഡോ കൊടുത്തുള്ള, അപ്പോൾ നമുക്ക് സീൻ 1 വന്നിട്ട് ഫ്രൈഡേൻ്റെ ഡ്രോപ്പ് ഷാഡോ കോപ്പി ചെയ്യാം. സീൻ 2 പോയിട്ട് രണ്ടും സെലക്ട് ചെയ്യാം, കൺട്രോൾ പി, ഫുൾ വ്യൂ വന്നിട്ട് നല്ല കസ്റ്റം വ്യൂ മാത്രം മതി. ആക്റ്റീവ് വ്യൂ വന്ന് ഓക്കെ, അങ്ങനെ നമ്മൾ രണ്ട് അങ്ങനെ നമ്മൾ ആനിമേഷൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി റെൻഡർ ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്.